മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിച്ചപ്പോഴൊക്കെ ഇല്ല അത് കോഴിക്കോട്, അത് ഞങ്ങൾ നിശ്ചയിച്ചതാണ്. ബാക്കി 4 സ്ഥലം കൂടി എഴുതി കൊടുക്കുക, ഇല്ലല്ല അതൊന്നും എഴുതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി കഴിഞ്ഞ ഫെബ്രുവരിയിൽ പറയേണ്ടി വന്നു. ഇൻഡിഗോയുടെ കൊച്ചിയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം കണ്ണൂർ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു, എന്നാൽ പിന്നെ അങ്ങനെ 5 സ്ഥലങ്ങൾ എഴുതി കൊടുക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ വരട്ടെ, അന്ന് നമുക്ക് എയിംസിനെ പറ്റി ആലോചിക്കാം എന്ന് പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. എല്ലാവരും എയിംസിൻ്റെ പേരിൽ എന്നെ ഒരുപാട് തേച്ചു, എല്ലാവരും, പത്രക്കാരായാലും ശരി തന്നെ. അന്ന് ഞാൻ പറഞ്ഞു, ഇനി എയിംസ് വന്നാൽ അത് എൻ്റെ ക്രെഡിറ്റിലേക്ക് മാത്രമായിരിക്കുമെന്നുള്ളത് ഒന്നുകൂടി തറപ്പിച്ച് ഞാനിവിടെ പറയുന്നു. അതിനുവേണ്ടി പ്രയത്നിക്കും. അതിന് സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയം വിടും. ഇനി നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ച് വരില്ല എന്ന് ഏത് MP പറഞ്ഞു നിങ്ങളുടെ അടുത്ത് നെഞ്ചു വിരിച്ച്? ഈ എയിംസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും സ്ഥലം തരാമെന്നുള്ള ഒരു ബ്ലാങ്ക് ചെക്ക് അദ്ദേഹം ഇട്ടിരിക്കുന്നത് വളരെ പോസിറ്റീവായ അപ്രോച്ചാണ്. ഇതായിരുന്നു കഴിഞ്ഞ 10 വർഷവും ഇതിന് മുമ്പത്തെ സർക്കാരിൽ നിന്ന് വേണ്ടിയിരുന്ന ഒരു ഒരു സമീപനം ഇതായിരുന്നു. ഇനി മുരളിച്ചേട്ടനും അതങ്ങനെ പറഞ്ഞെങ്കിലും അത് ജനങ്ങളെ അറിയിച്ച് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഞാനും അതിൽ നിന്ന് എനിക്ക് അതുപോലെയുള്ള അറിവ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു ഒഫീഷ്യൽ പ്രൊസീജിയറുണ്ട്. അതനുസരിച്ച് ആദ്യം മുതൽ പറയുന്നത് 2016 രാജ്യസഭയിൽ എത്തിയപ്പോൾ മുതൽ പറയുന്നത് ശ്രീ പിണറായി വിജയനോടായാലും ശരി തന്നെ, ആരോഗ്യമന്ത്രിമാർ 2 പേരോടായാലും പറഞ്ഞിരുന്നത്, ഇവിടെ നിന്ന് എയിംസിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സന്നദ്ധത അറിയിക്കുമ്പോൾ 5 സ്പോട്ടുകൾ, അതിന് വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നൽകിയ സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ പുതുതായി സ്കീമിൽ വന്നിട്ടുള്ള എയിംസ് ലഭിച്ചിട്ടുള്ളത്. ആ ഗൈഡ് ലൈൻസുമായി അത് ഇണക്കി ചേർത്ത് 5 ജില്ലകളിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, സ്ഥലം നൽകാൻ പറ്റും എന്ന് പറയുന്ന സന്നദ്ധത അങ്ങോട്ട് അറിയിക്കണം. അതിപ്പോൾ അറിയിച്ചാൽ അടുത്ത ബഡ്ജറ്റ്, വൈകിയാൽ ചിലപ്പോൾ അതിനടുത്ത ബഡ്ജറ്റായി പോകും. ഇതെല്ലാം ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കുന്നതിന് മുമ്പ് മൊത്തം ഒരു ക്വാണ്ടം ലോഡ് അളന്നിട്ടാണ് ഇതെല്ലാം പങ്കുവെച്ച് കൊടുക്കുന്നത്. ഒരു എം പി ലാഡ്സ് ഫണ്ട് 7 മണ്ഡലങ്ങളിലായിട്ട് പങ്കുവെച്ച് കൊടുക്കുന്നത് പോലെ തന്നെയാണ് നാഷണൽ ബഡ്ജറ്റിൽ നിന്ന്. അത് BJP ഭരിച്ച സംസ്ഥാനങ്ങൾക്കാണോ എയിംസ് കിട്ടിയതെന്ന് ചോദിച്ചാൽ അവർ സ്ട്രിക്റ്റായിട്ട് ഗൈഡ് ലൈൻസ് പ്രകാരം നൽകിയ ഇടങ്ങളിലാണോ അത് ലഭിച്ചത് എന്ന് നോക്കുക. അതിൽ ഒരു എയിംസ് വരുന്നത് കൊണ്ട് ഉന്നമനമുണ്ടാവുന്ന പ്രദേശങ്ങൾ ഏത്, അത് പരിഗണനയിൽ വരും. നമുക്കിന്ന് കേരളത്തിൽ അങ്ങനെ പരിഗണിക്കപ്പെടേണ്ടത് ഒരുപക്ഷെ മറ്റ് ഒരു രീതിയിലും വികസനമെത്താത്ത ഇടുക്കി, ആലപ്പുഴ ജില്ലകളാണ്. പക്ഷേ തൃശ്ശൂരിൽ നിന്നൊരു MP ആദ്യമായി തിരഞ്ഞെടുത്ത കേരള നിശ്ചയം, അതിനൊരു മര്യാദ കൽപ്പിക്കണമെങ്കിൽ തൃശ്ശൂരിന് അത് ലഭിക്കണം. ഇതെല്ലാം ഒന്നുകിൽ പ്രാദേശികം അല്ലെങ്കിൽ രാഷ്ട്രീയപരം എന്ന് പറയുന്ന വിലയിരുത്തൽ വളരെ മോശവുമാണ്. ഇനി തൃശ്ശൂരിന് കൊടുത്താൽ പറയും, അപ്പോൾ MP-മാരെ തന്നില്ലെങ്കിൽ തരില്ല എന്നും പറയുന്ന പക്ഷം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമല്ല. മലയാളികൾ ഒന്നിച്ച് വിചാരിക്കണം, ഞങ്ങളുടെ കേരളം എന്ന് തന്നെ വിചാരിക്കണം. അങ്ങനെ വിചാരിച്ച് കേരളത്തിൽ എവിടെ വന്നാലും നല്ലത് എന്നേ ഞാനും വിചാരിക്കുന്നുള്ളൂ. പക്ഷേ അത് സത്യസന്ധമായ ഒരു ദുഷ്ടലാക്കുമില്ലാത്ത അങ്ങനെ ചില ക്രയവിക്രയങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പ്രതലങ്ങളിലേക്ക് അത് വന്നാൽ അത് ആ പ്രദേശത്തിന് എന്തുമാത്രം ഇന്നുള്ള ബോട്ടിൽ നെക്ക് അധീകരിക്കും. അതുകൊണ്ട് എന്താണ് ആവാസ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഉറുമ്പിനും പിന്നെ ഈ പറയുന്ന മറ്റ് ജീവികൾക്കുമുള്ള വ്യവസ്ഥിതിയല്ല. മനുഷ്യവാസത്തിന് ദ്രോഹകരമാവുന്ന വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് അല്ല. അപ്പോൾ ഇതെല്ലാം വിലയിരുത്തി തന്നെയാണ് ഒരു ഗൈഡ് ലൈൻസ് രൂപീകരിച്ചിട്ടുള്ള. ആ പാക്ക് ഓഫ് ഗൈഡ് ലൈൻസിന് നല്ലതുപോലെ മുരളിച്ചേട്ടൻ പഠിച്ച് മനസ്സിലാക്കി ഉദ്യോഗസ്ഥരുമായിരുന്ന് എത്രയും പെട്ടെന്ന് അടുത്ത ബഡ്ജറ്റിൽ തന്നെ ഉൾക്കൊള്ളിക്കണം എന്ന് പറയുന്ന ഒരു ആർദ്രമായ അവകാശവും ആവശ്യവും ഉന്നയിച്ചു കഴിഞ്ഞാലാണ് അവർ ആ പ്രദേശങ്ങളെ സംബന്ധിച്ച് അവരുദ്ദേശിക്കുന്ന സ്ഥലങ്ങളുടെ റവന്യൂ ക്ലസ്റ്റർ പരിശോധിച്ച് അതിലേറ്റവും യോഗ്യമായതിന് നൽകുക എന്ന് പറയുന്നതാണ് പ്രക്രിയ. മുരളിച്ചേട്ടനത് മനസ്സിലാക്കാഞ്ഞിട്ടല്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിന് അന്നേരം ഒരു മറുപടി പറയണം. അത് ഇപ്പോൾ പുതുതായി വന്ന സർക്കാരിന് ഒരു മനോഭാവ മാറ്റം എന്ന് പറയുന്നത് അവരുടെ ആവശ്യമല്ല, ജനങ്ങളുടെ ആവശ്യമാണ്. ആ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി അദ്ദേഹം യുക്തിപൂർവം അങ്ങനെ ഒരു ഒരു വിളംബരം അല്ലെങ്കിൽ അറിയിപ്പ് നടത്തിയതിൽ വളരെയധികം സന്തോഷമേ ഉള്ളൂ. ഇതൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. അപ്പോൾ അതനുസരിച്ച് ഞാനും ഇനി യുദ്ധം ചെയ്യും. ഇനി എന്താണ് തടസ്സം എന്നുള്ളത് എനിക്ക് അന്വേഷിക്കാൻ പറ്റും. ഇതല്ലാതെ മുഖ്യമന്ത്രി അടുത്ത് ചോദിച്ചപ്പോഴൊക്കെ ഇല്ല അത് കോഴിക്കോട്, അത് ഞങ്ങൾ നിശ്ചയിച്ചതാണ്, ബാക്കി 4 സ്ഥലം കൂടി എഴുതി കൊടുക്കുക, അതൊന്നും എഴുതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി കഴിഞ്ഞ ഫെബ്രുവരിയിൽ പറയേണ്ടി വന്നു. ഇൻഡിഗോയുടെ കൊച്ചിയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം കണ്ണൂർ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു, എന്നാൽ പിന്നെ അങ്ങനെ 5 സ്ഥലങ്ങൾ എഴുതി കൊടുക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ വരട്ടെ, അന്ന് നമുക്ക് എയിംസിനെ പറ്റി ആലോചിക്കാം എന്ന് പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഇത് കേരളത്തിൻ്റെ അവകാശം തന്നെയാണ്. കേരളം ഭാരതത്തിൻ്റെ ഭാഗമാണ്. അതിലൊരു നിശ്ചയക്കുറവും വേണ്ട, സംശയവും വേണ്ട. ഉറപ്പായിട്ടും കേരളത്തിൻ്റെ അവകാശമാണ്. പക്ഷേ അത് യോഗ്യമായി എത്തേണ്ട സ്ഥലം എന്താണെന്ന് ക്രമീകരിച്ച് എടുത്ത് നൽകാനുള്ള വ്യവസ്ഥ, അതിൻ്റെ ഉറപ്പ് നൽകിക്കഴിഞ്ഞാൽ ബഡ്ജറ്റിൽ ഇതിന് സ്ഥാനമുണ്ടാവും. അത് അടുത്ത ബഡ്ജറ്റ് അല്ലെങ്കിൽ അതിനടുത്ത ബഡ്ജറ്റിൽ ഉറപ്പായിട്ടും ഉണ്ടാകാനുള്ള ശ്രമമാണ്. ഞാനെന്താ പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും എയിംസിൻ്റെ പേരിൽ എന്നെ ഒരുപാട് തേച്ചു. എല്ലാവരും, പത്രക്കാരായാലും ശരി തന്നെ. അന്ന് ഞാൻ പറഞ്ഞു, ഇനി എയിംസ് വന്നാൽ അത് എൻ്റെ ക്രെഡിറ്റിലേക്ക് മാത്രമായിരിക്കുമെന്നുള്ളത് ഒന്നുകൂടി തറപ്പിച്ച് ഞാനിവിടെ പറയുന്നു. അതിനുവേണ്ടി പ്രയത്നിക്കും. അതിന് സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയം വിടും. ഇനി നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ച് വരില്ല എന്ന് ഏത് MP പറഞ്ഞു നിങ്ങളുടെ അടുത്ത് നെഞ്ചു വിരിച്ച്? ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ KC വേണുഗോപാൽ വിളിച്ചല്ല, നമുക്ക് ആലപ്പുഴയ്ക്ക് വേണ്ടി ഞാൻ ശ്രമിക്കാം. അങ്ങനെ എല്ലാവരും ശ്രമിക്കട്ടെ, യോഗ്യമായ സ്ഥലത്ത് വരട്ടെ. അതിൽ പക്ഷേ വിഭാഗീയത, പ്രാദേശികത ഒന്നും കാണരുത്. മലയാളികൾ സന്തോഷിക്കണം, അത് ഞങ്ങളുടെ കേരളം അത് നേടിയെടുത്തു എന്ന് മാത്രം വിചാരിക്കണം. അത്രേ പറയാനുള്ളൂ. താങ്ക് യു. ഞാൻ ചോദിക്കുന്ന ഇതേ ആളുകളാണ് മറ്റു രാജ്യങ്ങളിലുള്ളത്. നമ്മളത് മാക്സിമം ആദ്യം ഒരു 9 രൂപ 94 പൈസ കൂടിയ സമയത്ത് അത് മുഴുവൻ കേന്ദ്ര സർക്കാർ പരിഹാരം ചെയ്തുകൊണ്ട്, ടാക്സ് പിരിക്കാതെ അത് ഓയിൽ കമ്പനിക്ക് നൽകിക്കൊണ്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാത്ത ഒരു തന്ത്രമാണെന്ന് ആവിഷ്കരിച്ചത്. അത് ജനങ്ങൾക്ക് ഗുണം ചെയ്തില്ല. പക്ഷേ ഈ യുദ്ധം എന്ന് പറയുന്നത് നമ്മളൊരു 7 പടക്കം എറിഞ്ഞതിൻ്റെ പേരിലല്ല. ഇത് ലോകത്തെ വിവിധ പ്രദേശങ്ങൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 47 രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. മോദി 5 രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടപ്പോഴും അതിൻ്റെ ചെലവന്വേഷിച്ച സമൂഹം ആ 5 യാത്രയിലൂടെ നമുക്ക് ഒരുപക്ഷെ ഇതിന് വേണ്ടുന്ന കരുതൽ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസിലൂടെ നമ്മൾ പഠിച്ചെങ്കിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്, എന്ത് മുന്നേറ്റമാണ് ആ 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിലൂടെ. മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അല്ല, എഗ്രിമെൻ്റാണ് ഒപ്പിട്ട് വന്നിരിക്കുന്നത്. അടുത്ത 2030 വരെയുള്ള നമ്മുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിന് ശക്തമായ പിന്തുണ നൽകുന്ന വലിയ നീക്കമാണ് UAE നടത്തിയിരിക്കുന്നത്. നമ്മുടെ നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന സഹോദരിമാരുടെ അല്ലെങ്കിൽ കുഞ്ഞു മക്കളുടെയൊക്കെ എണ്ണമെന്ന് പറയുന്നത് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം ഇന്ത്യയിൽ തന്നെ ജോലി, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്നും 18,000 രൂപയ്ക്ക് ജോലി എടുക്കുന്ന ഒരു നേഴ്സിന് മുന്നോട്ട് എന്ത് ഗതി? അതിനുള്ള നീക്കവും നടത്തിയിട്ടുണ്ട്. അത് ഇറ്റലി ആയാലും നോർവേ ആയാലും ഇവിടെയൊക്കെ അതിനുള്ള മുന്നേറ്റവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാജ്യത്തിൻ്റെ പണം ചെലവാക്കി ഒരു യാത്ര നടത്തുന്നത് രാജ്യത്തിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ എവിടെങ്കിലും ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാനും അവിടുന്ന് പണം സമാഹരിച്ചു കൊണ്ടുവരാനും എന്തെങ്കിലും നീക്കം നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ സത്യം കണ്ടെത്തിയാൽ ആ സത്യം നാട്ടുകാരെ അറിയിക്കൂ. അതല്ലേ വേണ്ടത്? അതെ അതെ. ആവശ്യപ്പെടുകയല്ല, ഇതെന്ത് പശ്ചാത്തലത്തിൽ വർദ്ധിപ്പിച്ചുവോ അതേ പശ്ചാത്തലം തിരുത്തപ്പെടുമ്പോൾ ഇതും തിരുത്തപ്പെടണം എന്നാവശ്യപ്പെടുന്നത് ഞാൻ തന്നെയായിരിക്കും.
ഇത്രയും അല്ലല്ല, ഓരോ ദിവസവും അങ്ങനെ കള്ളം പറയരുത്. എത്ര ദിവസം കൂടി? 2 പ്രാവശ്യമാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൂടിയിട്ടുള്ളത്. നിങ്ങൾ UPA ഭരണകാലത്ത് ഒരു യുദ്ധവുമില്ലാത്ത സമയത്ത് കൂടിയെങ്കിൽ അത് എത്ര തവണ എത്ര പ്രാവശ്യം കൂടി എന്നുള്ളതും കൂടെ നിങ്ങൾ വിളംബരം ചെയ്യൂ. ഞങ്ങളത് ഫോളോ ചെയ്യാനല്ല നിന്നത്. ഞങ്ങളുടെ ഒരു നടപടിക്രമങ്ങളെന്ന് പറഞ്ഞത് തീർത്തും വേറിട്ടതാണ്. നമുക്ക് സിറ്റിസൺ ഫ്രണ്ട്ലി എന്ന് പറയുന്ന ഗവേണൻസിനാണ് മുൻതൂക്കം നൽകുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടേതല്ലാത്ത കുറ്റത്തിന് ബാഹ്യ ഇടപെടലുകളിലൂടെ നമുക്ക് ചിലപ്പോൾ അതിനകത്തൊരു ക്രഞ്ചി സിറ്റുവേഷൻ വരും. അത് ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ ഭാരതം പ്രകടിപ്പിച്ച മികവ് മറ്റ് പല വലിയ രാഷ്ട്രങ്ങൾക്കും പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല, നടപ്പിൽ വരുത്തുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അഭിമാനകരം തന്നെയാണ്. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സിലിണ്ടർ ഒരു വീട്ടിലെത്തി 4 അംഗങ്ങളെന്ന് ക്രമീകരിക്കുക. നമ്മൾ 7, 8, 10 കുഞ്ഞുങ്ങളുള്ള വീടുകളൊന്നും നമ്മൾ അങ്ങനെ വേർതിരിക്കുന്നില്ല. ഒരു സ്റ്റാൻഡേർഡ് അസസ്മെൻറ്റിൽ 4 അംഗങ്ങളുള്ള ഒരു കുടുംബം അല്ലെങ്കിൽ 6 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ പെർ ഹെഡ് ഒരു ദിവസത്തെ ഗ്യാസിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ. അന്ന് ഭാരതത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ലഭ്യതകളിൽ എത്രമാത്രം കരുതലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ കണക്കനുസരിച്ച് ഒരു ദിവസം 4 പേരുള്ള കുടുംബത്തിന് 9 രൂപ 30 പൈസയാണ് ചിലവായിക്കൊണ്ടിരുന്നത്. അത് ഇന്ന് ചിലപ്പോൾ അത് 11 രൂപയായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 10 രൂപയായിട്ടുണ്ടാവാം. അത് കൃത്യമായ കണക്കെടുക്കണം. ഇത് ഉജ്ജ്വല സ്കീം വഴി അല്ലെങ്കിൽ 12 രൂപയാണ്. 12 രൂപയ്ക്ക് നിങ്ങൾക്ക് മറ്റ് ഉൽപ്പന്നങ്ങൾ, ആ ഗ്യാസ് ഉപയോഗിച്ച് നമ്മൾ വിഭവങ്ങൾ ഒരുക്കുന്ന ഏത് ഉൽപ്പന്നമാണ് ലഭിക്കുന്നതെന്നും കൂടി നിങ്ങൾ അന്വേഷിക്കണം. പുതിയ സർക്കാർ UDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് ഇന്ധനവില കയറ്റം പിടിച്ചു നിർത്താൻ തനതായ രീതി കേരള സർക്കാർ സ്വീകരിച്ചു. അതെ, അത് അവരുടെ ബുദ്ധിപരമായ നീക്കമാണ്. തനതായ രീതിയിൽ എന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്ന് പറഞ്ഞിടത്ത് ഈ 5 വർഷവും ഇന്നലെ അതും ചോദിച്ചല്ലോ, നിങ്ങൾ എന്തിനൊക്കെ വില കുറച്ചു എന്നുകൂടി പറയണമെന്ന് പഴയ ധനമന്ത്രി എടുത്ത് ചോദിച്ചല്ലോ. മെയിനായിട്ട് ഉദ്ദേശിച്ചത്, നിങ്ങൾ പെട്രോളിൻ്റെ കേരളത്തിലെ ടാക്സ് നിങ്ങൾ എപ്പോഴെങ്കിലും കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ തുകയുടെ ടാക്സ് ഞങ്ങൾ പിരിക്കില്ല എന്ന് നിങ്ങളെപ്പോഴെങ്കിലും തീരുമാനമെടുത്തോ? വില കൂടിയപ്പോൾ ഞങ്ങൾ ആ തീരുമാനമെടുക്കും. തനതായ രീതിയിൽ എന്ന് പറയുന്നതിനകത്ത് എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, തന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്നുകൂടി ഒരർത്ഥം അതിനകത്തുണ്ടാവും. അത് അവർ തീരുമാനിക്കട്ടെ. ഞാനത് അവരോട് എൻഫോഴ്സ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. നല്ല കാര്യമാണ്.